നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചെറിയ രീതിയിലുള്ള കുശുമ്പ് കുന്നായ്മയൊക്കെ ആവാം, പക്ഷേ അതൊന്നും കുടുംബം നശിപ്പിക്കുന്ന തരത്തിലാവരുത്. ഇത് നിനക്ക് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ് ആണ്. ഓർത്തോ? ഇക്കണക്കിന് ഇവളുടെ പരിചരണം കൊണ്ട് സിദ്ധു നന്നാവുകയല്ല, നശിക്കുക ചെയ്യാൻ പോകുന്നത്. എടി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കണമെന്ന്. എന്നിട്ടും നീ ധിക്കാരം കാണിച്ചുവല്ലേ, എന്റെ വാക്കിനെ തൃണമായി കണ്ടുവല്ലേ. മുത്തശ്ശി കൊട്ടാ, മുത്തശ്ശി ഇനി മലകെ വഴക്ക് പറയാൻ പോവാണോ? വഴക്ക് പറയൂന്ന്. സിദ്ധു, എന്താ ഇത് മോനെ? എന്തിനാ മുത്തശ്ശി മലകെ വഴക്ക് പറയണേ? സിദ്ധു, എന്തിനാ വഴക്ക് പറയണേന്ന്? മുത്തശ്ശിയോട് വഴക്കിടാൻ നിൽക്കരുത്. മുത്തശ്ശി പിന്നെ എന്തിനാ മാലാകെ വഴക്ക് പറയണേ? ഇവിടെ ആരും മാലാകെ വഴക്ക് പറയാൻ പാടില്ല. എന്റെ മാലാകെ ഇത്. അതെ മോനെ, മോന്റെ മാലാഖ ഇനി ആരും വഴക്ക് പറയില്ല, ഉറപ്പ്. അമ്മയല്ലേ പറയുന്നേ? നീ ഇപ്പൊ മാലാഖയോടൊപ്പം ചെല്ല്. ദേവികെ, നീ ഇതൊന്നും കാര്യാക്കണ്ട. നീ ഇവനെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോ. കുട്ടാ, ആരും എന്റെ മാലാകെ ഇനി ഇവിടെ വഴക്ക് പറയരുത്. കുട്ടാ, വാ പോവാം. നമുക്ക് മുറിയിലേക്ക് പോവാം. മാലയൊക്കെയല്ലേ വിളിക്കുന്നേ? വാ. മുത്തശ്ശി, ഞാനൊരു തെറ്റ് ചെയ്തു പോയി. ഇനി ഞാനത് ആവർത്തിക്കില്ല. ഈ കുടുംബത്തിന്റെ അഭിമാനത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയും ഇനി എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. മാപ്പ്. കുട്ട വന്ന്. പറയുന്നോണ്ട് അമ്മയ്ക്ക് വിഷമമൊന്നും തോന്നരുത്. നീ കാര്യം പറ. അമ്മ എന്തിനാ ഇത്രയധികം ദേവികയെ വഴക്ക് പറഞ്ഞത്? അത് വേണ്ടായിരുന്നു. ഞാനവളെ വഴക്കു പറഞ്ഞത് തെറ്റായി പോയിന്നാണോ നീ ഇപ്പൊ പറയുന്നത്? അങ്ങനെയല്ല, അമ്മയ്ക്ക് അവളെ വഴക്ക് പറയാം. എന്നാലും ഒരെന്നാലുമില്ല. ഈ കുടുംബത്തിന്റെ പേരില്ലാതാക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. അത് ദേവികയായാലും ശരി, മറ്റാരായാലും ശരി. ദേവിക ചെയ്ത പ്രവൃത്തി അമ്മയെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക്, എനിക്കും മഹേട്ടനും അങ്ങനെയല്ല. ആ വീഡിയോയിൽ ഞങ്ങൾ കണ്ടത് സിദ്ധുവിന്റെ സന്തോഷം മാത്ര. എന്തു തന്നെ ആയാലും അവന്റെ സന്തോഷം ഞങ്ങൾക്ക് വലുത്. ദേവിക കാരണം സിദ്ധു കുറച്ച് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കതിൽ അഭിമാനമേ ഉള്ളൂ. ഇതിന്റെ പേരിൽ ഇനി അമ്മ ദേവികയെ വിഷമിപ്പിക്കരുത്. കുട്ടാ, ദേ ഈ മരുന്ന് കഴിച്ച്. വേണ്ട, എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നല്ല കുട്ടിയല്ലേ, മരുന്ന് കഴിച്ച്. എനിക്ക് വേണ്ട, ഞാനത് കഴിക്കില്ല. കഴിക്കു കുട്ടാ, മാലാഖയല്ലേ തരുന്നേ. മാലാഖ തന്നാ കഴിക്കണം. മാലാഖയല്ല, ആര് തന്നാലും ഞാൻ ഈ മരുന്ന് കഴിക്കില്ല. അതെന്താ എത്ര വാശി? കഴിച്ച്. കഴിക്കേ. കുട്ടൻ എന്താ ഇത് കുടിക്കാൻ മടി കാണിക്കുന്നത്? കുട്ടൻ ഈ മരുന്നിന്റെ രുചി ഇഷ്ടല്ലേ? കയ്പാണോ? അതൊന്നുമല്ല, ഇത് കഴിച്ചെനിക്ക് വല്ലാത്ത ക്ഷീണമൊക്കെ വരും. എനിക്ക് നല്ല മയക്കമൊക്കെ വരും. എനിക്ക് അതുകൊണ്ടത് വേണ്ടെന്ന് പറഞ്ഞേ. എനിക്ക് വേണ്ട. കഴിക്കൂ കുട്ടാ. വേണ്ട, എനിക്കിത് വേണ്ട. മരുന്ന് കഴിക്കാതെ എങ്ങനെയാ കുട്ടാ? എനിക്ക് വേണ്ട. എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടമല്ല അത്.
ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ എപ്പോഴും ക്ഷീണമാണെന്നാണല്ലോ കുട്ടൻ പറയുന്നത്. അതെന്താണെന്ന് സ്വാമിയച്ഛനെ കണ്ണെന്ന് ചോദിക്കണം. അങ്ങനെ വേണം ദേവികയ്ക്ക്, അങ്ങനെ തന്നെ വേണം. നല്ല വഴക്ക് കിട്ടണം, ഇനിയും കിട്ടണം. നീ ഇവിടെ നിൽക്കായിരുന്നോ? ഞാനേ ഈ ജ്യൂസ് നിനക്ക് തരാൻ വേണ്ടി വന്നതാ. ജ്യൂസോ? അതിന് ഞാൻ ജ്യൂസൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലെങ്കിൽ എന്താ, ഇത് കുടിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. നീ ഇത് കുടിക്കേ. നിനക്ക് വല്ലാതെ ക്ഷീണം തോന്നുന്നുണ്ട്. ഈ ജ്യൂസ് കുടിച്ചാലേ നിന്റെ ക്ഷീണം ഒക്കെ മാറും. ഇത് കുടിക്കാൻ ജോ, ഇത് പിടിക്കേ. കുടിച്ചു. ഇവൾക്കിത് എന്ത് പറ്റി? കുടിക്കാൻ ജോ. അയ്യോ, ഇതെന്ത് ജ്യൂസാടി? കഴിച്ചിട്ട് വയ്യ. പാവയ്ക്ക ജ്യൂസ് പിന്നെ മധുരിക്കില്ലല്ലോ അഞ്ജു. നീ എന്ത് വൃത്തികേടായി കാണിച്ചേ? നീ ചെയ്യുന്ന തോന്നിയാസങ്ങൾക്ക് ഇതൊന്നും തന്നാ പോരാ. നീ എന്റെ ചേച്ചിക്ക് പാര പണിയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ വേലത്തരങ്ങളൊക്കെ ഇവിടെ വെച്ച് ഇപ്പൊ നിർത്തിക്കോണം. ഇനിയും എന്റെ ചേച്ചിയെ ഉപദ്രവിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഇതുപോലെ കയ്പ ജ്യൂസിലായിരിക്കില്ല ഞാൻ മറുപടി തരുന്നേ. എന്റെ ചേച്ചിയുടെ ഔദാര്യം കാരണോ നീ ഇപ്പൊ ഈ കുടുംബത്തില് മരുമകളായി കഴിയുന്നേ. ആ ബോധം നിനക്ക് എപ്പോഴും വേണം. ചെറിയ രീതിയിലുള്ള കുശുമ്പ് കുന്നായ്മയ്ക്ക് ആവാം, പക്ഷേ അതൊന്നും കുടുംബം നശിപ്പിക്കുന്ന തരത്തിലാവരുത്. ഇത് നിനക്ക് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ് ആണ്. ഓർത്തോ? കല്യാണം കഴിഞ്ഞ വിവരം ഞാൻ അറിഞ്ഞിരുന്നു. നന്നായി. ഈശ്വരൻ അറിഞ്ഞു തന്നെയാവും രണ്ടാളെയും കൂട്ടിച്ചേർത്തത്. കുട്ടനെ ഭേദപ്പെടുത്തിയെടുക്കാൻ ദേവികയ്ക്കല്ലാതെ മറ്റാർക്കും കഴിയുമെന്ന് തോന്നണില്ല. കുട്ടന്റെ ഭാര്യയാകാൻ ഏറ്റവും അനുയോജ്യ ദേവിക തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.